പ്രിയപ്പെട്ട ബാലകൃഷ്ണപിള്ള സാറുമായിട്ടുള്ള അടുത്ത ബന്ധം ഞാൻ ഓർക്കുമായിരുന്നു. എന്റെ പിതാവും അദ്ദേഹം തമ്മിലുള്ള അടുത്ത ബന്ധം, ആ പ്രിയപ്പെട്ട ആന്റിയുമായിട്ടുള്ള ബന്ധം അത്ര അടുത്ത സൗഹാർദ്ദമായിരുന്നു. എന്റെ മാതാവും എന്റെ പിതാവും ഇവര് തമ്മിൽ. പക്ഷേ നമുക്കൊരു ഇങ്ങനൊരു ശൈലി ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഇങ്ങനൊരു കാര്യം ശ്രീ ഗണേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങളാരും സ്വപ്നം വിചാരിച്ചില്ല. കാരണം എന്റെ പിതാവ് ഇപ്പൊ സൂചിപ്പിച്ചു, എന്നെക്കാട്ടി സ്നേഹിച്ചു ഞാൻ സമ്മതിച്ചു തരത്തില്ല. പക്ഷെ അത്രത്തോളം എങ്കിലും സ്നേഹിച്ചു കാണും. 18 പേജുള്ള കത്ത് എങ്ങനെ 21 പേജുള്ളതായത്? 24 എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത്? ആരാണ് ചേർത്തത്? ആരാണ് എന്റെ പിതാവിന്റെ സീഡ് തപ്പി യാത്ര നടത്തിയത്? കോയമ്പത്തൂർ വരെ, കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ സീഡി യാത്ര നടത്തിയ ആളുകൾ. കാരണം ഇനിയൊരു വ്യക്തിക്കും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, ഇനിയൊരു വ്യക്തിക്കും ഇന്ന് ഈ തരത്തിലുള്ള വേട്ടയാടൽ, ഇന്ന് ഉമ്മൻചാണ്ടി നേരിട്ട് പോലെ വേട്ടയാടൽ, അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട് ഒരു വേട്ടയാടൽ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ നേരിട്ടൊരു വേട്ടയാടൽ, ഒരു വ്യക്തിയുടെ മകൻ ആത്മഹത്യ ചെയ്യുന്നൊരു കാഴ്ച ഈ സോളാർ സമയത്തുണ്ടായി. വരുമ്പോ അത് കുത്തിപ്പോക്കാനാണ്. ഈ ഇലക്ഷൻ വരുമ്പോ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ പുതിയ കഥ ഉണ്ടേ പറഞ്ഞു. ചാണ്ടി ഉമ്മ തെളിവല്ലോ ഉണ്ട്, കുറെ കാലമായിട്ട് ഇത് പറയുന്നല്ലോ. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് വന്ന് മത്സരിച്ച കാലത്ത് ഇതല്ലേ പറഞ്ഞു. നാളെ ചാണ്ടി ഉമ്മ ഇല്ലായിരുന്നു ഇവിടെ. ഇലക്ഷൻ അടുത്ത് വരുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം ഉണർത്തിവിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചാണ്ടി ഉമ്മൻ ഒരു വലിയ ഭക്തനാണെന്നല്ലേ പറഞ്ഞത്? പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഒരു വീട്ടിൽ മരണം നടന്നപ്പം അവിടെ ചെന്ന് രാമായണം വായിച്ചു തരണ്ടു. അപ്പൊ അത്രയും വലിയ ഒരു നന്മയുള്ള ആളാണെങ്കിൽ ചാണ്ടി ഉമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിലൊരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം നീതിമാനാണ്, അവൻ നീതിമാനോടൊപ്പം കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്, എല്ലാ വേദപുസ്തകത്തിലും. ചാണ്ടി ഉമ്മൻ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആരെങ്കിലും സഹായിക്കാൻ പത്തനാപുരത്ത് വന്ന് പറയുക എന്ന് പറയുന്നത്, ചാണ്ടി ഉമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടി ഉമ്മനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസിയായ ഞാൻ വിശ്വസിക്കുന്നത്. അത്രയുള്ള അതിന്റെ മറുപടി. ചാണ്ടി ഉമ്മൻ വലിയ വിശ്വാസിയും ഭയങ്കര പള്ളിയിൽ തന്നെ കഴിയുന്ന ആളും, ഈ പറഞ്ഞ കണക്ക് മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിക്കുക, MLA മാർക്ക് നല്ല ജോലിയായിരിക്കും. മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്ന ചാണ്ടി ഉമ്മൻ അങ്ങനെ ഒരു സത്യസന്ധനും ദൈവവിശ്വാസിയാണെങ്കിൽ ബൈബിളിലൊരു വചനമുണ്ട്, കള്ളസാക്ഷി പറയുന്നവന് നരകം. ഖുറാനിലും പറയുന്നുണ്ട്. അപ്പൊ കാണാത്തതും അറിയാത്തതുമായ കള്ളസാക്ഷി പറയരുത്. അയാൾക്കറിയാമോ അതിനെക്കുറിച്ച്? തെളിവെല്ലാം ഉണ്ടോ കയ്യിൽ? കൊട്ടാരക്കര കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കുറെ കാലമായിട്ട് നടത്തിയാണ്. ഒരു തെളിവോ ഒരു വക്കീലോ അവിടെ ഹാജരാവില്ല. എന്താണെന്നറിയ വെച്ചേക്കുന്നത്? ഈ ഇലക്ഷൻ വരുമ്പോൾ അത് കുത്തിപ്പോക്കാനാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ പുതിയ കഥ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ അറിയാത്ത ഒരു സീക്രട്ട് ഈ ഇലക്ഷന്റെ തലയ്ക്ക് തലേന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്? നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു രാഷ്ട്രീയ ശരിയാ, ചില മകതിരിവും ലജ്ജയൊക്കെ വേണം. അങ്ങനെ ചെയ്തത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു 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 കണ്ടുപിടുത്തം അദ്ദേഹം ഈ ഇലക്ഷൻ പ്രമാണിച്ച് അസംബ്ലി ഇലക്ഷൻ അടുക്കുമ്പോൾ ഇതൊരു ചെറിയ അസുഖമാണ്. ഈ അസുഖത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ. ചാണ്ടി ഉമ്മൻ വലിയ വിശ്വാസിയാണ്, എല്ലാ പള്ളികളിലും പുതുപ്പള്ളി പള്ളിയിലൊക്കെ എപ്പോഴും അങ്ങ് ഇരിക്കുന്ന ആളാണ്. എങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുക. കള്ളസാക്ഷി പറയുന്നതും നീതിമാനായ ദൈവത്തിന്റെ വിശ്വാസിക്കുന്നവൻ നീതികേട് കാണിച്ചാൽ അവനെ ദൈവം ശിക്ഷിക്കുമെന്നാണ്. അത് രണ്ടും എടുത്തു വെച്ച് വായിച്ചേച്ച് അറിയാത്ത കാര്യങ്ങൾ പറയുക. തെളിവല്ലോ ഉണ്ട്, കുറെ കാലമായിട്ട് ഇത് പറയുന്നല്ലോ. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് വന്ന് മത്സരിച്ച കാലത്ത് ഇതല്ലേ പറഞ്ഞത്? ഇതെന്താണ് ഈ വിഷയം? ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം. ഈ വിഷയം ഒരു വിഷയമാണ്. CBI എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്കാണെങ്കിലും പരിശോധിക്കാം. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എന്റെ. എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും കള്ളക്കേസിൽ കുതുക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളല്ലെന്ന് എന്റെ നാട്ടുകാർക്കറിയാം. ഇത്തരം വേലകളും കൊണ്ട് നടക്കണ്ട. അതൊക്കെ നാണം കെട്ട പണിയാണ്. ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല. രാഷ്ട്രീയം വല്ലതും ഉണ്ടേ പറ കുഞ്ഞി. ചാണ്ടി ഉമ്മ രാഷ്ട്രീയം വല്ലതും ഉണ്ടേ പറ, നമുക്ക് അതിന് മറുപടി പറയാം. എന്താണെന്നറിയ വെച്ചേക്കുന്നത്? ഈ ഇലക്ഷൻ